ഹായ് പ്രിയ കൂട്ടുകാരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2ാം സെമസ്റ്റർ ബികോം വിനിമയ മലയാളവും വാണിജ്യ രചനയും എന്ന പാഠഭാഗത്ത് എം പി പോളിൻ്റെ ഒരു സാഹിത്യ വിമർശനമുണ്ട്. ബാല്യകാല സഖിയുടെ അവതാരികയാണ് നമുക്കത് പഠിക്കാനുള്ളത്. നമുക്കറിയാം, മലയാളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പകരം വയ്ക്കാനില്ലാത്ത കാലത്ത് മികച്ച എഴുത്തുകാരിൽ ഒരാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ഏതൊരു മലയാളിയെയും അനായാസം വായനയിലേക്ക് കൈപിടിച്ചുയർത്തിയ എഴുത്തുകാരനാണ് ബഷീർ. ബേപ്പൂർ സുൽത്താൻ എന്ന് മലയാളികൾ സ്നേഹത്തോടെ വിളിക്കുകയും ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ബഷീർ കഥാകൃത്തും നോവലിസ്റ്റും എന്നതിലുപരി സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയാണ്. തൻ്റേതായ വാക്കും ശൈലിയും കൊണ്ട് അനുവാചകരെ വിസ്മയിച്ച അദ്ദേഹത്തിൻ്റെ രചനാരീതി ബഷീറിൻ്റെ ശൈലിയായി സാഹിത്യലോകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നാട്ടുമൊഴിയൻ ശൈലിയായി സാഹിത്യലോകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ നാട്ടുമൊഴിയിൽ കൃത്രിമത്വമില്ലാതെ തൻ്റെ വാമൊഴികളെ രചനയ്ക്കായി സ്വീകരിച്ചതായിരുന്നു ബഷീറിൻ്റെ കഥകളുടെ മുഖമുദ്ര. അത്തരത്തിൽ ബാല്യകാല സഖി എന്ന് പറയുന്ന കൃതിയിലേക്ക് എത്തുമ്പോൾ നായകനായ മജീദും നായികയായ സുഹറയും കണ്ടുമുട്ടുന്നത് എൻ്റെ കഥ പറഞ്ഞുകൊണ്ട് കുട്ടികളായിരുന്നപ്പോൾ മുട്ടികൾ മുതൽ പിന്നീട് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയ വലിയ വേദനകളെ നമുക്കതിനെ എങ്ങനെ പൂരണം ചെയ്യാൻ കഴിയുമെന്നറിയില്ല. മജീദിൻ്റെ ബാപ്പ ആ നാട്ടിലെ വലിയ പണക്കാരനായിരുന്നു. കഥ പലപ്പോഴും ക്ലാസ് മുറികളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ താൻ വളർന്ന് സുൽത്താനാവുമ്പോൾ രാജകുമാരിയായി സുഹറയായിരിക്കുമെന്ന് മജീദ് സ്വപ്നം കണ്ടു. വയസ്സിൽ വ്യത്യസ്തമുണ്ടായിരുന്നെങ്കിലും അവർ ഒരേ സ്കൂളിൽ പഠിച്ചു. സുഹറയും പഠിക്കാൻ മിടുക്കിയായിരുന്നു. മജീദിൽ പഠിക്കാൻ വട്ടപൂജ്യമായിരുന്നു. മണ്ടശിരോമണി എന്ന് അധ്യാപകൻ വിളിച്ചു. ഒന്നും ഇമ്മിണി പെല്ലിയ ഒന്നെന്ന് തത്വം കണ്ടുപിടിച്ചത് മജീദായിരുന്നു. അങ്ങനെ സുഹറയുടെ അടുത്ത് സ്ഥാനം പിടിച്ചതോടുകൂടി അവൻ ക്ലാസ്സിൽ ഒന്നാമനായി. സുഹറയുടെ സ്ലേറ്റിൽ നോക്കി അവൻ കണക്കുകൾ പഠിച്ചെടുത്തു. ആ നാട്ടിൽ അപ്പോഴാണ് സുഹറയുടെ ബാപ്പ മരണപ്പെടുന്നു. ആ കുടുംബം പ്രയാസലായി. പട്ടണത്തിൽ പോയി പഠിക്കണമെന്ന സുഹറയുടെ ആഗ്രഹം നടക്കാതെയായി. മജീദ് ഉമ്മ വഴി ബാപ്പയോട് സുഹറയെ പട്ടണത്തിലെ സ്കൂളിൽ ചേർക്കാൻ അപേക്ഷിച്ചു. പക്ഷെ ബാപ്പ അത് നിഷ്കരണം നിരാകരിച്ചു. കാലം അങ്ങനെ മുന്നോട്ട് പോയി. സുഹറ വളർന്നു. മജീദ് പൊടിമീശക്കാരനായി. കാലിൽ വിഷക്കല്ലുകൊണ്ട് കിടപ്പിലായ മജീദിനെ ശുശ്രൂഷിക്കാനെത്തിയ സുഹറയും മജീദും അകലാനാകാത്ത വിധം പ്രണയത്തിലാവുന്നുണ്ട്. പിന്നീട് പണം സമ്പാദിക്കാനായിട്ട് എങ്ങോട്ടില്ലാത്ത അവൻ മജീദ് ബാപ്പയുമായിട്ട് തെറ്റുന്നുണ്ട്. സങ്കടപ്പെട്ട് വീട് വിട്ടിറങ്ങുന്നുണ്ട്. മജീദ് 7 വർഷത്തോളം പല സ്ഥലങ്ങളും പല ജോലികളും അലഞ്ഞു. പണം സമ്പാദിക്കണമെന്ന മോഹം അവനില്ലായിരുന്നു. പക്ഷേ കാണുക അറിയുക എന്നതായിരുന്നു ലക്ഷ്യം. ഒട്ടേറെ അറിഞ്ഞപ്പോൾ ജീവിതത്തിൻ്റെ നിരർത്ഥകത മനസ്സിലാക്കി അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. നാട്ടിലെത്തിയപ്പോൾ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് ദരിദ്രനായ മാതാപിതാക്കളെ അയാൾ കാണുന്നു. വിവാഹം പ്രായം കഴിഞ്ഞ് നിൽക്കുന്ന സഹോദരിമാരെ കാണുന്നു. സുഹറയാണെങ്കിൽ കശാപ്പുകാരൻ്റെ 2ാം ഭാര്യയായി മാറിക്കഴിഞ്ഞു. സുഹറയുമായി ആദ്യം അവൻ പിണങ്ങിയെങ്കിലും അവരുടെ ദയനീയ ജീവിതം കണ്ട് അവർ അടുക്കുന്നുണ്ട്. തൻ്റെ സഹോദരിമാരെ വിവാഹം കഴിപ്പിക്കാനും അതിനുശേഷം സുഹറയെ വിവാഹം കഴിക്കാനും വേണ്ടി പണമുണ്ടാക്കാൻ മജീദ് നാടുവിട്ടു. അങ്ങനെ ഒരു സൈക്കിൾ സാധനം വിൽക്കുന്ന ജോലി കിട്ടി. സൈക്കിൾ ഒരു അപകടത്തിൽ പറ്റുന്നു. കാല് പകുതിക്ക് മുറിച്ചു മാറ്റുന്നുണ്ട്. കമ്പനിയിൽ നിന്ന് കൊടുത്ത നഷ്ടപരിഹാരവുമായി അവൻ തെരുവിലേക്ക് ഇറങ്ങി. തൻ്റെ വീട്ടുകാരോടോ സുഹറയോടോ തനിക്ക് സംഭവിച്ച ദുർവിധി അദ്ദേഹം വെളിപ്പെടുത്തില്ല. അലച്ചലിനിടയിൽ ഒരു ഹോട്ടലിൽ എച്ചിപ്പാത്രം കഴുകുന്ന ജോലി മജീദിന് ലഭിച്ചു. ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ വീട്ടിൽ നിന്ന് അവന് ഒരു കത്ത് കിട്ടി. അതിലൊരു വാർത്തയുണ്ടായിരുന്നു. തൻ്റെ എല്ലാമായ സുഹറ മരണപ്പെട്ടു എന്നുള്ളത്. വീട് ജപ്തിയിലാണ് എന്നൊക്കെ. എന്ത് ചെയ്യണമെന്നറിയാതെ, അതേപോലെ പ്രപഞ്ചം ശൂന്യമാവുന്നത് പോലെ, തളർന്നു പോകുന്നത് പോലെ മജീദിന് തോന്നി. പിന്നീട് ശ്രദ്ധയോടെ പാത്രങ്ങൾ കഴുകി അടുക്കി വെച്ചു. യാത്ര പറഞ്ഞിറങ്ങുന്ന സമയത്ത് സുഹറ എന്തോ പറയാൻ തുടങ്ങിയതായിരുന്നു എന്നും ആ പഴയ ഓർമ്മകളിലേക്ക് പോകുന്നു. അന്ന് പോരാൻ നേരത്ത് ബസ് ഹോണടിച്ചത് കാരണം സുഹറ പറഞ്ഞത് കേട്ട് എന്തായിരിക്കാം അത് എന്ന് മജീദ് ഓർത്തിരിക്കുന്നുണ്ട്. ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ പിടിതരാത്തതാണ് ജീവിതം എന്ന യാഥാർത്ഥ്യം അവതരിപ്പിച്ചിട്ടുകൊണ്ടാണ് നോവൽ അവസാനിക്കുന്നത്. ആ ബാല്യകാല സഖിയുടെ അവതാരിക എം പി പോൾ ഇങ്ങനെയാണ് എഴുതിയത്. ബാല്യകാല സഖി ജീവിതത്തിൽ വലിച്ചു ചീന്തിയ ഒരേടാണ്. വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു. ചിലർക്ക് ചുടുചോര കാണുമ്പോൾ എന്തെന്നില്ലാത്ത പേടിയും അറപ്പും തോന്നും.
ബോധക്ഷയം തന്നെ സംഭവിച്ചേക്കാം. അങ്ങനെയുള്ളവർ സൂക്ഷിച്ചിട്ട് വേണം ഈ പുസ്തകം വായിക്കുവാൻ. ഇങ്ങനെയാണ് ബാല്യകാല സഖിക്ക് MP പോൾ എഴുതിയ അവതാരിക തുടങ്ങുന്നത്. കാമിനി കാമുകന്മാർ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തു ഒന്നുചേരുന്ന കഥയോ അല്ലെങ്കിൽ പ്രണയനൈരാശ്യം കൊണ്ട് ജീവനൊടുക്കുന്ന കവിതാക്കളുടെ കഥയോ മാത്രം കണ്ടുപരിചിതമായ വായനക്കാർക്ക് ഈ കഥ വായിക്കുമ്പോൾ നിരാശപ്പെടേണ്ടി വരും എന്ന് അദ്ദേഹത്തിന്റെ അവതാരികയിൽ തന്നെ പറയുന്നുണ്ട്. കാരണം മരണത്തെക്കാൾ ദാരുണമായ ദുരന്തങ്ങൾ ജീവിതത്തിൽ ഉണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു കഥയാണ് ബാല്യകാല സഖി. ബഷീറിന്റെ മാനസികാന്തരീക്ഷം അത്രയ്ക്ക് ഇരുണ്ടുപോകാൻ എന്തായിരിക്കും കാരണമെന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം ലോകാനുഭവവും വീക്ഷണഗതിയും ഇങ്ങനെ ആയിക്കൊള്ളട്ടെ, അദ്ദേഹം അത് കലയിലേക്ക് എങ്ങനെ പകർത്തി എന്നത് മാത്രം സഹൃദയൻ പരിശോധിക്കേണ്ടതുള്ളൂ എന്ന് MP പോൾ പറയുന്നുണ്ട്. ബാല്യകാല സഖി ഒരു ചെറുകഥയാണോ അതോ ചെറു നോവലാണോ തുടങ്ങി ഒട്ടേറെ ചർച്ചകൾ അദ്ദേഹം അവതാരികയിൽ പറയുന്നുണ്ട്. ചെറുകഥയ്ക്ക് ചേർന്ന ഗുണങ്ങളും നോവലിൽ മാത്രം കാണുന്ന പ്രത്യേകതകളും ബാല്യകാല സഖിയിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. ഇതിലെ കഥാപാത്രങ്ങളെയും അവർക്ക് സംഭവിക്കുന്ന പരിണാമങ്ങളെയും എടുത്തു പറഞ്ഞുകൊണ്ട് പോൾ സമർത്ഥിക്കുന്നുണ്ട്. ചന്തുമേനോന്റെ സാരഥിക്ക് ശേഷം ഇത്രമാത്രം ഹൃദയവർജകവും ഗുണസമ്പുഷ്ടവുമായിട്ടുള്ള ഒരു കഥാഗ്രന്ഥം നമ്മുടെ ഭാഷയിൽ ഉണ്ടായിട്ടില്ല എന്ന് MP പോൾ പറയുന്നുണ്ട്. കഥാത്മകമായ സാഹിത്യത്തിന്റെ പ്രത്യേകതകളെ ചെറുകഥയുടെ സുവർണകാലത്ത് ബാല്യകാല സഖി എഴുതപ്പെട്ടത്. അതിൽ ബഷീറിന്റെ വ്യക്തിപരമായിട്ടുള്ള കലാഗുണമെന്തെന്ന് ചോദിച്ചാൽ ഭാവദീപ്തമായിട്ടാണ് നിശങ്കം പറയാമെന്ന് അദ്ദേഹം അവതാരികയിൽ പറയുന്നുണ്ട്. വൈകാരികതയെ കലയുടെ സൗന്ദര്യം കൊണ്ട് നിയന്ത്രിച്ച് നടത്തിയ ഒരു രചനയാണെന്നും പറയുന്നു. ഇതൊരു മുസ്ലിം സമുദായത്തിന്റെ കഥയും ഇതിന്റെ കർത്താവ് ഒരു മുസൽമാനുമാണ് എന്ന് പറഞ്ഞ് വായനക്കാരുടെ ഔദാര്യത്തെ ക്ഷണിക്കുന്നത് ശരിയായ പ്രവണതയല്ലെന്നും അതിന്റെ അപാരമായ ഗുണങ്ങളെ കണ്ടുകൊണ്ട് തന്നെ ഈ കൃതിയെ വായനക്കാരുടെ ഹൃദയത്തിൽ ഇടം പിടിക്കണമെന്നും സംശയമില്ല എന്നും MP പോൾ പറയുന്നുണ്ട്. എന്നിരുന്നാലും മറ്റൊരു വിധത്തിൽ ആലോചിക്കുമ്പോൾ ബഷീർ മഹത്തായ കലാസൃഷ്ടിക്ക് പുറമെ ഒരു സമുദായ സേവനം കൂടി നിർവഹിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ ഒരു സമുദായത്തിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കാനുള്ള ഏക മാർഗം സാഹിത്യമാണ്. എന്നാൽ മലയാളത്തെ സംബന്ധിച്ച് മുസ്ലിം സമുദായം അതുവരെ സാഹിത്യത്തിന് അപരിചിതമായിരുന്ന കാലത്ത് അതിന്റെ കാരണം എന്തു തന്നെയായാലും അതുമൂലമുള്ള നഷ്ടം മുസ്ലിം സമുദായത്തിനല്ല മറിച്ച് മലയാള സാഹിത്യത്തിനാണെന്ന് MP പോൾ പറയുന്നുണ്ട്. ബഷീർ കൃതികളെ മുൻനിർത്തി അക്കാലത്തുണ്ടായ ചർച്ചകൾക്ക് MP പോൾ അവതാരികയിൽ ഇങ്ങനെ മറുപടി പറഞ്ഞു. രണ്ട് കല്യാണം സാഹിത്യ വിഷയമാക്കാം, പക്ഷേ മാർക്ക കല്യാണം സാഹിത്യ ആഭിജാത്യത്തിന് ചേർന്നതല്ല എന്ന് വിചാരിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. ബഷീർ അവരുടെ ഈ കൃതി നമ്മുടെ മധ്യേ നിവസിക്കുന്ന ഒരു ഗണനീയമായ ജനവിഭാഗത്തോട് ഇതര വിഭാഗങ്ങൾ പൂർവാധികം ഹൃദയബന്ധമുണ്ടാക്കുവാൻ പര്യാപ്തമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബാല്യകാല സഖിയെ നിർമ്മിച്ച തൂലിക തേഞ്ഞു പോയിട്ടില്ലെന്നും ഈ കൃതിയുടെ അനന്തഗാമികൾ ഇനിയും ഉണ്ടാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ടാണ് MP പോൾ അവതാരിക അവസാനിപ്പിക്കുന്നത്. നമുക്കറിയാം, മതത്തെ നാം സ്നേഹിക്കേണ്ടത് സാഹിത്യത്തിലൂടെയാണെന്ന് MP പോൾ പറഞ്ഞു വെക്കുന്നു. ഓരോ മതത്തെയും സാമുദായിക സാഹിത്യം എന്ന സൗന്ദര്യ രൂപത്തിലൂടെ പുറത്തു വരുമ്പോൾ അത് പൊതുവായി തീരുന്നു. അത്തരത്തിൽ ഇസ്ലാം മതത്തിന്റെ സൗന്ദര്യവും സംസ്കാരവും പൊതുസമൂഹത്തിന്റെ ഭാഗമാക്കുന്നതിൽ ബഷീർ പ്രധാന പങ്കുവഹിക്കുന്നു എന്ന് പറഞ്ഞു വെക്കുന്നതാണ് ഈ അവതാരിക മുന്നോട്ട് വയ്ക്കുന്ന സുപ്രധാനമായിട്ടുള്ള ചർച്ച. ബാല്യകാല സഖിയുടെ അവതാരികയിലെ മുഖ്യവാക്യങ്ങൾ ആദ്യത്തേതല്ലാതായി അവസാന ഭാഗത്തതാണെന്ന് നാം ഇപ്പോൾ തിരിച്ചറിയുന്നു. അത്തരത്തിൽ ഈ കൃതിയെ നിങ്ങൾ വായിക്കണം. ഒരു സാഹിത്യ ജനസ് എങ്ങനെയാണ് ഉദയം കൊള്ളുന്നതെന്നും ബാല്യകാല സഖിയെക്കുറിച്ച് വന്നിട്ടുള്ള മറ്റ് പഠനങ്ങളെ അപേക്ഷിച്ച് MP പോളിൻ്റെ അവതാരികയുമായിട്ട് നമ്മൾ വായിക്കുമ്പോൾ അത് എത്രമാത്രം ഉദാത്തമാണെന്നും നമുക്ക് ബോധ്യപ്പെടും. അത്തരത്തിലുള്ളതാവട്ടെ നിങ്ങളുടെ വായന.